ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ നീറ്റ് എക്സാംസിനും ഈ ഒരു ചാപ്റ്ററിന് ഡിസോർഡേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏകദേശം 30+ ഡിസോർഡേഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഈ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് 6 to 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റാണ്. അതായത് ഒരു 24 to 28 മാർക്സ്. റേസിനൊപ്പം പഠിച്ച ഫാദിൽ ഡൽഹി എയിംസിലെത്തി. ഇനി നീറ്റ് 2024 നിങ്ങളുടെ ഊഴമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും നീറ്റ് എക്സാം എഴുതുന്നത്. ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വെറും കൺവെൻഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡി മാത്രം നടത്തിയാൽ മതിയോ എന്ന് ചോദിച്ചതിന് പോരാ എന്നാണ് ഉത്തരം. അതിനുമപ്പുറം നമ്മൾ ചില സ്ട്രാറ്റജീസും ട്രിക്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് സുവോളജിനെ കുറിച്ചിട്ടാണ്. നീറ്റ് സുവോളജിയിൽ നോർമലി ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഏകദേശം 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഹൈ വെയിറ്റേജ് ഉള്ള ജെനറ്റിക്സോ ആനിമൽ കിങ്ഡം പോലുള്ള ചാപ്റ്റേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആവറേജ് ഒരു ചാപ്റ്ററിന് ചോദിക്കുന്നത് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നൊരു ടോപ്പിക്, ആ ടോപ്പിക്കിന് മാത്രം നിങ്ങൾക്ക് ഏകദേശം 6 to 7 ക്വസ്റ്റ്യൻസ് എൻഷുർ ചെയ്യാൻ പറ്റും. അതായത് ആവറേജ് മെജോറിറ്റി ഓഫ് ചാപ്റ്റേഴ്സിനും 2 to 3 ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് 6 to 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റാണ്. അതായത് ഒരു 24 to 28 മാർക്സ്. ഏകദേശം ഒരു 2-3 ചാപ്റ്റർ പഠിക്കുന്ന ഒരു വെയിറ്റേജ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്, ആ ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കിനെ 4 കാറ്റഗറീസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്, ഹ്യൂമൻ ഫിസിയോളജി ആണ്. നിങ്ങൾക്കറിയാലോ ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്റേഴ്സ് നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് മുതൽ കെമിക്കൽ കോർഡിനേഷൻ വരെയാണ്. ഇത്രയും ചാപ്റ്റേഴ്സിൽ മിക്കവാറും ചാപ്റ്റേഴ്സിൽ എന്തുണ്ട്, ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമതായിട്ട് വരുന്നത് ജെനറ്റിക് ഡിസോർഡർ ആണ്. നമ്മുടെ ജെനറ്റിക്സ് അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ വരുന്ന ജെനറ്റിക് ഡിസോർഡർ ഉണ്ട്. അതുപോലെ STDs എന്താണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലാണ് അത് വരുന്നത്. അതുപോലെ ഹ്യൂമൻ ഹെൽത്ത് ചാപ്റ്ററിൽ വരുന്ന ഡിസീസുകൾ. ഇങ്ങനെയുള്ള 4 കാറ്റഗറി ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ഫിസിയോളജി ആണ്. ഹ്യൂമൻ ഫിസിയോളജി നിങ്ങൾക്ക് അറിയാം, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, അതുപോലെ ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ന്യൂറൽ കൺട്രോൾ, കെമിക്കൽ കോർഡിനേഷൻ, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും എല്ലാ ചാപ്റ്ററിന്റെയും അവസാനത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഡിസോർഡേഴ്സ് ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ് എന്ന ചാപ്റ്റർ എടുക്കുക, ലാസ്റ്റ് ടോപ്പിക് എന്താണ്, ഡിസോർഡേഴ്സ് ആണ്. ആസ്മ, എംഫിസിമ, ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അതുപോലെ മിക്കവാറും എല്ലാ ചാപ്റ്ററിലും ഡിസോർഡേഴ്സ് ഉണ്ട്. നിങ്ങളിവിടെ ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ നീറ്റ് എക്സാംസിനും ഈ ഒരു ചാപ്റ്ററിന് ഡിസോർഡേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. മൈസ്തീനിയ ഗ്രാവിസ് പോലത്തെ, ഓസ്റ്റിയോപോറോസിസ് പോലത്തെ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, ആ ഡിസോർഡേഴ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിന് മിക്കവാറും ചോദിക്കാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെ. ഹോർമോണിന്റെ ഓവർ സെക്രീഷൻ മൂലം ഉണ്ടാകുന്നതും ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറയാനുള്ളത് എന്താണ്, ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള ചാപ്റ്റേഴ്സ് അല്ലെ. ആ ചാപ്റ്റേഴ്സിന് വരുന്ന ഡിസോർഡേഴ്സ് അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം 30+ ഡിസോർഡേഴ്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഹ്യൂമൻ ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അത് കൂടാതെ 1-2 എക്സ്ട്രാ ഡിസോർഡേഴ്സ് കൂടി നമുക്ക് അവിടെ പഠിക്കാനുണ്ടാവും. ഓക്കെ അല്ലേ. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു ജെനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. നമ്മുടെ ചാപ്റ്റർ ജെനറ്റിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അവിടെ വരുന്ന ഡിസോർഡേഴ്സ് അല്ലെ. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്, ജീൻ ഡിസോർഡേഴ്സും ഉണ്ട്. ക്രോമസോമൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ടേണേഴ്സ് സിൻഡ്രം, ഡൗൺ സിൻഡ്രം, ക്ലൈൻഫിൽട്ടർ സിൻഡ്രം പഠിച്ചതല്ലേ നിങ്ങൾ. ഓക്കെ, അതുപോലെ ജീൻ ഡിസോർഡേഴ്സ് സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽകീറ്റോണൂറിയ, ഹിമോഫീലിയ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. യെസ്, അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെയുള്ള ഡിസോർഡേഴ്സ് ആണ് ജീൻ ഡിസോർഡേഴ്സ് അല്ലെ. ഈ ഒരു ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു നീറ്റ് എക്സാമും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുപോലെ നമ്മളെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്റർ ഉണ്ട് അല്ലെ. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്ററിൽ ഒരുപാട് ഡിസീസ് നിങ്ങൾക്ക് അറിയാലോ. ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈഫോയിഡ്, ന്യൂമോണിയ, കോമൺ കോൾഡ്, അങ്ങനെ ഒരുപാട് ഡിസീസ് ഇല്ലേ.
അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കിനെ കൂടെ പഠിച്ചു പോവേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, STDs അല്ലെ. എന്താണ് STDs? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്, നമുക്കറിയാലോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ ഇത്രയും ഒരു ടോപ്പിക് എന്നാണ് നമുക്കൊരു 6 to 7 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, മോസ്റ്റ്ലി വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഓരോ സബ്ജക്റ്റിലും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചില സ്ട്രാറ്റജീസ്, ട്രിക്സ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനലിൽ വരുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.